ക്ഷേത്ര സ്വത്ത് സംബന്ധിച്ച വിവാദം തുടരുന്നതിനിടെ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ബിജെപി കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ആർഎസ്എസ് ശ്രമിക്കുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു. ഹിന്ദു ആരാധനാലയങ്ങളുടെ പരിസരത്ത് മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങൾ പാടില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ UDF, LDF നേതാക്കൾ രാഷ്ട്രീയം കളിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കള്ളപ്രചരണമായി മുന്നിട്ടിറങ്ങുന്ന മുഖ്യമന്ത്രി വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്, ആപത്കരമാണ്. ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാണ്. ഇത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. എന്നാൽ കുമ്മനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ രംഗത്തെത്തി. കുമ്മനം വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. BJP കേരളത്തിൽ പൂർണ്ണമായും സംഘപരിവാറിന് കീഴ്പ്പെട്ടു കഴിഞ്ഞു. ഉത്തരേന്ത്യൻ മാതൃകയിൽ കേരളത്തിലും വർഗീയ ധ്രുവീകരണത്തിന് BJP ശ്രമിക്കുകയാണെന്നും ഇത് തീക്കളിയാണെന്നും വി.എസ്. കുറ്റപ്പെടുത്തി. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ RSS ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇത് വിശ്വാസികൾ അംഗീകരിക്കില്ല. പതിറ്റാണ്ടുകളായി സ്വകാര്യ ട്രസ്റ്റുകളുടെ കൈവശമുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് കുമ്മനത്തിന്റെ നിലപാടെന്താണെന്നും കാനം രാജേന്ദ്രൻ ചോദിച്ചു. ക്ഷേത്രങ്ങളുടെ ഭരണം RSSന്റെ കയ്യിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. അത് ഈ വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള പൊതുസമൂഹം അത് അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.